സാഹിത്യകാരൻ ബെന്യാമിൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപ്രീതിയും സ്വാധീനവുമുള്ള സർപ്രൈസ് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി വിജയം കൊയ്യാൻ രാഷ്ട്രീയ മുന്നണികൾ ചർച്ച സജീവമാക്കി. മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ മുതൽ സിനിമാ താരങ്ങളും കായിക പ്രതിഭകളും വരെ ഇത്തവണ മത്സരരംഗത്തുണ്ടാകുമെന്നാണ് സൂചനകൾ. ഇതായിരുന്നു മനോരമയുടെ വാർത്ത. പത്തനംതിട്ടയിൽ CPM സ്ഥാനാർത്ഥിയായി ബെന്യാമിൻ മത്സരിക്കുമെന്നായിരുന്നു മനോരമ വാർത്ത. ആ വാർത്തയാണ് ബെന്യാമിൻ നിഷേധിച്ചത്. ബെന്യാമിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ആ ബെന്യാമിൻ ഞാനല്ല. ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ബെന്യാമിൻ എന്ന പേരും കണ്ടു. എന്നാൽ അങ്ങനെയൊരു സാധ്യതയില്ലെന്ന് വിനയപൂർവ്വം അറിയിക്കട്ടെ. ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ ഇതിനു മുമ്പും ഇത്തരം വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അഭിമുഖങ്ങളിലും സംഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും അങ്ങനെയൊരു സാധ്യത ഞാൻ തള്ളിക്കളഞ്ഞിരുന്നു. ഇത് പിന്നെയും ഒരു മുഖ്യധാര മാധ്യമം പറയുന്നതുകൊണ്ടാണ് വീണ്ടും ഒരു വിശദീകരണം കൂടി നൽകുന്നത്. ഇന്ത്യയിലെ ഏതു പൗരനെയും പോലെ എനിക്കും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്, എളിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്, പൊതുവേദികളിലും സോഷ്യൽ മീഡിയയിലും എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. എന്നാൽ അതൊക്കെ ഏതെങ്കിലും സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണെന്നത് ഞാൻ ഇന്നോളം എടുത്തിട്ടുള്ള നിലപാടുകളെ റദ്ദു ചെയ്ത് കളയുന്നതാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന നിരവധി ആളുകൾ ഉയർന്നു വരുന്ന സമൂഹത്തിൽ മാധ്യമങ്ങൾ ഇങ്ങനെയും ഒരു സാധ്യത സംശയിക്കുന്നതിൽ തെറ്റു പറയാനില്ല. എന്നാൽ അങ്ങനെയല്ലാതെയും രാഷ്ട്രീയവും നിലപാടുകളും പറയുന്നവർ ഇവിടെയുണ്ടെന്നത് അറിയിക്കുക. ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ജനാധിപത്യത്തോടോ ജനാധിപത്യ മത്സരങ്ങളോടോ എനിക്ക് എന്തെങ്കിലും വിയോജിപ്പ് ഉള്ളതുകൊണ്ടല്ല അത്. മാത്രമല്ല, സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരോട് എനിക്ക് നല്ല ബഹുമാനവും ആദരവുമുണ്ട്. അവരോളം ജനമനസ്സുകളെ തൊട്ടു നിൽക്കുന്നവർ ആരുണ്ട്? എന്നാൽ എൻ്റെ സ്വപ്നങ്ങളും ജീവിത രീതിയും സ്വഭാവവുമൊക്കെ സാഹിത്യത്തിനു വേണ്ടി ചിട്ടപ്പെടുത്തിയതാണ്. സാഹിത്യ രചനകളിലാണ് എൻ്റെ ആഹ്ലാദം. അതിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൊതുപ്രവർത്തനത്തിൽ അഭിരുചിയുള്ള ധാരാളം മികച്ച പ്രതിഭകൾ നമുക്കുണ്ട്. അവർ നമുക്ക് നല്ല രാഷ്ട്രീയം സമ്മാനിക്കട്ടെ. ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന ചില കൃതികളുണ്ട്. അവ എനിക്ക് മാത്രമേ എഴുതാൻ കഴിയൂ എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈ ചെറിയ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കാനാണ് എൻ്റെ ആഗ്രഹം.